അത് വൈകിപ്പോയി. വിനയോ നീയോ ചോദിക്കുന്നതിന് മുമ്പ് സ്വത്ത് ഞാൻ വീതം വെച്ച് തരണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. സോറിയടാ. ചേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന? വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഇതൊക്കെ പറയുമ്പോ എന്തോ വലിയൊരു അകൽച്ചയാ എനിക്ക് ഫീൽ ചെയ്യുന്ന. എടാ ഏട്ടാ, എനിക്ക് വിനയും ഏട്ടനും ഒരുപോലെ തന്നെയാ. എങ്കിലും ഏട്ടന്റെ സ്ഥാനം വിനയേക്കാളും ഒരു പടി മുന്നിലാ. കാരണം ഞാൻ ജീവിതം പഠിച്ചത് നിങ്ങളിൽ നിന്നാ. ഇപ്പൊ ഞാൻ നന്നായി ജീവിക്കുന്നതും നിങ്ങൾ കാരണമാ. എന്റെ മനസ്സിൽ അമ്മയ്ക്ക് തുല്യമാ നിങ്ങളുടെ സ്ഥാനം. അതുകൊണ്ട് ഏട്ടൻ എന്നെ സങ്കടപ്പെടുത്തുന്ന വർത്താനൊന്നും പറയരുത്. എന്റെ ഹൃദയത്തിൽ ഒരു വിശാലേട്ടനുണ്ട്. അതെന്നും അങ്ങനെ തന്നെ വേണം. ആ ശരി, അതൊക്കെ വിട. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ പല്ലവിയും വിളിച്ച് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ? അത് ഇല്ലേട്ടാ. എന്താടാ നിന്റെ ഉദ്ദേശം? അവളെ എങ്ങനെ വീട്ടിൽ പൂട്ടിയിടാൻ പോവാണോ? അല്ല, അത് ഞാൻ ബിസി ആയതുകൊണ്ട്. എന്ത് ബിസി? എടാ, തിരക്കൊക്കെ അതിന്റെ വഴിക്കുണ്ടാവും എന്ന് കരുതി ജീവിക്കാൻ മറന്നു പോരുത്. നീ അവളെയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോണം. അവളുടെ ഇഷ്ടങ്ങളെ കണ്ടറിഞ്ഞ് പെരുമാറണം. അവൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. കഴിഞ്ഞതെല്ലാം മറന്ന് അവളെ ഉള്ളുകൊണ്ട് സ്നേഹിക്കണം. ശരിയേട്ടാ. പറഞ്ഞാൽ മാത്രം പോരാ, എനിക്കത് കാണുകയും വേണം. മോനെ വിപിനെ, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിലേ നീ നല്ല പെടമേടിക്കും. ശരി, അനുസരിച്ചുള്ളവേ. ശരി ശരി, എന്നാ ഞാനങ്ങോട്ട് ചെല്ല. എന്താണ്? ചേട്ടന് വേണ്ടി ജോലിയെല്ലാം ചെയ്തു കൊടുത്തോ? അതോ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ടോ? അതെന്താ അങ്ങനൊരു ചോദ്യം? ഞാൻ എത്ര നേരെ സാറിനെ കാത്തിരിക്കുന്നു എന്നറിയോ? എപ്പോഴും ചേട്ടൻ ചേട്ടൻ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. പരിഭവിക്കാതോ? ചേട്ടനാണെങ്കിൽ സാറിനെ കൊണ്ട് ജോലി എടുപ്പിക്കാന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ സാറിനൊരു ഫാമിലി ഉണ്ടെന്നൊരു ചിന്തയൊന്നും ചേട്ടനുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. എന്റെ പൊന്നു പല്ലവി, നീ എന്തറിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന? നീ കരുതുന്ന പോലെ ഒരാളെയല്ല ഏട്ടൻ. എന്നെ ഒരു കാര്യത്തിനും മൂപ്പര് നിർബന്ധിക്കാറേയില്ല. ഇപ്പൊ തന്നെ നീ കേട്ടില്ലല്ലോ, നിന്നെയും കൊണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നിന്റെ ഇഷ്ടത്തിനൊത്ത് പെരുമാറണമെന്ന് ഉപദേശിച്ചിട്ടാ ചേട്ടൻ ഇപ്പൊ എന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയി ബ്ലാസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. എന്തു പറയുന്നു? ഭാര്യയും കൊണ്ട് പുറത്തു പോണെങ്കിൽ ചേട്ടൻ പറയണം, അല്ലാതെ സ്വന്തം തീരുമാനമൊന്നും ഇല്ല. ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറേണ്ടത്. സ്വയം തോന്നണം. ഞാൻ താലി കെട്ടിയ പെണ്ണാണെന്നും അവൾ കല്ലിലോ മരത്തിലോ തീർത്ത പ്രതിമയല്ലെന്നും അവൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെന്ന് ഭർത്താവ് സ്വയം തിരിച്ചറിയണം. അതിതുവരെ ഉണ്ടായില്ലല്ലോ. ഞാൻ ഇനി എവിടേക്കും ഇല്ല. പോണമെങ്കിൽ തനിച്ചു പോയാ മതി. എന്താ ഇതിൽ പറയാം.
അല്ല ഇതൊക്കെ എന്തിനാ ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്നേ? സാധാരണ ഷോപ്പിങ്ങിന് പോകുമ്പോ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ തന്നെയല്ലേ വാങ്ങാറുള്ളത്. അതാണല്ലോ പതിവ്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. ദേ, ഈ ഡ്രസ്സ് നീ രാത്രി ഉറങ്ങാൻ നേരത്ത് ധരിച്ചാൽ നിന്നെ കാണാൻ ഇതിലും ഭംഗിയായിരിക്കും. അറിയാലോ, ഇന്നത്തെ രാത്രി നമുക്ക് വളരെ സ്പെഷ്യലാണ്. എടാ പൊട്ട, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താടോ ഒരു ചിന്ത? ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ആയതുകൊണ്ട് സിരകളെ ചൂട് പിടിപ്പിക്കാൻ എന്തേലും ഒന്നായാലോ? വാട്ട് ഡു യു മീൻ? ക്ലോസ് യുവർ ഐസ്. ഞാൻ പറയാതെ തുറക്കരുത്. ഓക്കെ. എന്തായിരിക്കും അവൾ ഉദ്ദേശിച്ചത്? ഇനി തുറന്നോളൂ. എന്താടോ, എവിടെ താൻ പറഞ്ഞ സാധനം? താൻ ആള് കൊള്ളാലോ. ഇതിൽ നിന്നും ഒരു ചെറുത് കൂടെ ആയാ പൊളിയല്ലേ? നമ്മൾ തമ്മില് വല്ലാത്തൊരു മനപ്പൊരുത്തം അറിയാം. ഞാനിത് മനസ്സിൽ വിചാരിച്ചതാ. അപ്പോഴേക്കും താനത് മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഹാ, ആവാലോ. ഉം. ദാ, ആ അയ്യോ എനിക്ക് വേണ്ട. ഹാ, കുടിക്ക്. വിനയ് കുടിച്ചോ? ആ വിനയ് കുടിക്ക. കുടിക്കേ. പ്രിയ, നീ ഒരു അപ്സരസ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഈ നൈറ്റ് കൂടി ഇട്ട നീ പിന്നെ ഭൂലോക സുന്ദരിയാ. പിന്നെ പൂ കൂടെ വച്ച എന്റെ ഈശ്വര, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ. നീ ഒരു കൊടും അപ്സരസായിരിക്കും. വാ വാ. എന്താ ഗാർഗി, എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയോ? എന്താ ഐഡിയ? പറയാം. ഇതൊന്നും ശരിയാവില്ല.
പറ്റിക്കാന്നൊക്കെ വെച്ചാ ഗാർഗി, നമ്മളെ ചതിക്കുന്നവരെ നമ്മൾ തിരിച്ചു പറ്റിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുമാത്രമല്ല, നീ എന്തിനാ പേടിക്കുന്നത്? നിയമപരമായിട്ട് നീ വിനയുടെ ഭാര്യയല്ലേ? ഗാർഗി, ഇത് നിനക്ക് അവകാശപ്പെട്ടതാ. നീ ഞാൻ പറയുന്നത് കേക്ക്. അല്ല പാർവതി, ഇതൊക്കെ നടക്കുവോ? നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി വിശാൽ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തിട്ട് വേഗം ഇങ്ങ് വരാം. നീ തയ്യാറായി നിൽക്കണം. പാർവതി, വിശാൽ സാർ. ആ. സാർ, ഇത് കുടിക്കുക. ഞാനിപ്പോൾ വരാം. താനിത് എവിടെ പോകുന്നു? എന്താടോ ഒരു വെപ്രാളവും പരിവേശമൊക്കെ? അത് അതൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. എന്താടോ ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യമാണോ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗാർഗിക്കൊരു പ്രത്യേകതയുള്ള ദിവസാ. ഞാൻ അവക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. ഞാനിപ്പോൾ വരാവേ. എന്ത് പ്രത്യേകത? അത് ഞാൻ കൂടി അറിയട്ടെ. അയ്യോ, എൻ്റെ പൊന്നു മോനിപ്പോ അതൊന്നും അറിയണ്ട. ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം. സാറിന് അതിപ്പോ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഓക്കെ, അറിയണ്ട. പക്ഷെ പോകുന്നതിന് മുമ്പ് ഈ പാല് എൻ്റെ പൊന്നിൻ്റെ കൈകൊണ്ട് എനിക്ക് തന്നാ മതി. അയ്യേ, ഒരു സാറ്. പറഞ്ഞതനുസരിക്ക്. വേഗം. സാർ, ഞാൻ വേഗം പോയിട്ട് വരാന്നാ. അതൊന്നും പറ്റില്ല. ഇത് തന്നിട്ട് എൻ്റെ മോള് പോയാ മതി. ദേ, ഈ പാൽ ഗ്ലാസ് പിടിക്കേ. ഇനി തന്നെ. ഈ സാറിൻ്റെ ഒരു കാര്യം. താ. ദേ, മര്യാദയ്ക്ക് വേഗം ഈ പാല് കുടിച്ചേ. താനെന്താ കുട്ടികളെ പോലെ എന്നെ ശാസിക്കുന്നത്? ഞാനെന്താ കുട്ടിയാണോ? ആ, സാർ ഇപ്പോ എൻ്റെ കുട്ടി തന്നെ. ദേ, കളിച്ചും ചിരിച്ചു നിൽക്കാതെ വേഗം പാല് കുടിച്ചേ. കുടിക്കാൻ. അയ്യോ, എന്നെ തല്ലല്ലേ. ഞാൻ കുടിക്കാവേ. അയ്യോ, ഇനി എൻ്റെ കുട്ടി ഉറങ്ങിക്കാം. പോയിട്ട് വരാവേ.
ആശാൻ ഇപ്പോ നല്ല ഫിറ്റാ. കെട്ടുമാറാൻ വേണ്ടി ബാത്റൂമിൽ നിന്ന് കുളിക്ക. തല പൊങ്ങുന്നില്ല. കുളിച്ചിട്ട് വന്ന പാവം കിടന്നുറങ്ങും. അതാ സംഭവിക്കാൻ പോകുന്നെ. അതുകൊണ്ട് ഈ പാല് നീ ഇങ്ങെടുത്തേക്ക്. ഇത് ഞാൻ കുടിക്കാം. അയ്യോ പാവം. എന്തായി? ഡൺ. റിയ, ഡൺ. അപ്പോ നമ്മൾ പാലില് കലക്കി കൊടുത്ത സംഗതി ഏറ്റു. ഡി, നീ ഇത് എന്ത് ചെയ്യാൻ പോവാ? വല്ല കുപ്പിച്ചില്ല. ഷൂ, ആദ്യം വന്ന ജോലി തീർക്ക്. ബാക്കിയൊക്കെ പിന്നീട് ഞാൻ ചെയ്തോളാം. ദാ, ചെല്ല്, പോയി ഡ്രസ്സ് മാറി വാ. ചെല്ല്. ഓ, എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. ദേ, ആ സാധനത്തിനെ പൊക്കി അടിയിലെടുത്തു. വാ. ആ, ദേ. പാർവതി, പ്രഭേച്ചി, ചേച്ചി എന്താ കിടക്കുന്നില്ലേ? നേരെ ഒത്തിരി ആയല്ലോ. ഉറക്കം വരുന്നില്ല സുശീലെ. മനസ്സിന് ഒരു സമാധാനവും ഇല്ല. എന്ത് ചിന്തിച്ചിട്ടാ ഇപ്പൊ ഈ സമാധാനക്കേട്? ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയായിരുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇപ്പൊ ആ പ്രതീക്ഷകൾക്കൊന്നും ഒരർത്ഥവും ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ. എത്ര തേനും പാലും ഊട്ടി വളർത്തിയാലും പോറ്റമ്മ എന്നും പോറ്റമ്മ തന്നെയാ. വിശാലിനെ ഞാൻ എങ്ങനെയാ വളർത്തിയത്? അവൻ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അറിയിച്ചിട്ടുണ്ടോ? അവനോട് എന്തെങ്കിലും ഒരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ സുശീലെ? സുശീലയ്ക്ക് അതൊക്കെ അറിയാലോ. അറിയാവുന്നത് സുശീല പറയൂ. ഏയ്, ഒരിക്കലുമില്ല. ഒരു കുറവും ഒരു വേർതിരിവും വിശാലിനോട് പ്രഭേച്ചി കാണിച്ചിട്ടില്ല. ചേച്ചി വിശാലിന് വേണ്ടി ചെയ്തത് വലിയ ത്യാഗം തന്നെയാ. ചേച്ചിയുടെ 2 മക്കളേക്കാൾ ചേച്ചി കൂടുതൽ സ്നേഹിച്ച് വളർത്തിയത് വിശാലിനെ തന്നെ ആയിരുന്നല്ലോ. എല്ലാം ശരി തന്നെയാ. പക്ഷേ സ്വത്തിന്റെ കാര്യത്തില് ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് എനിക്കും എന്റെ മക്കൾക്കും ഒന്നും ഇല്ലാതായി പോവോ എന്നൊരു തോന്നൽ. സുശീലെ, വിപിനും വിനയനും കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം വിശാലിന് ജനിക്കുന്ന കുഞ്ഞിന് തന്നെ ആവില്ലേ? പിന്നെ എന്താ സുശീലെ ഞങ്ങൾക്കുള്ളത്? ഇതാലോചിച്ചാണോ ചേച്ചി കാട് കയറുന്നേ?
ചേച്ചി വിശാല് നന്ദിയില്ലാത്തവനൊന്നുമല്ല. അവനൊരിക്കലും ചേച്ചിയെ മക്കളെ മറക്കുകയില്ല. ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചി അവനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പരിഗണന അവൻ ചേച്ചിക്ക് തരും. ചേച്ചിക്കും മക്കൾക്കും ഒന്നുമില്ലാതാവുന്ന ഒരു സ്ഥിതി ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും ചേച്ചിയുടെ ഈ വിഷമം ഞാൻ ഗോപിയേട്ടനോടുകൂടി സംസാരിക്കാം. ഇപ്പൊ ചേച്ചി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. സുശീല ചെല്ല്, ഞാൻ കിടന്നോളാം. ഉം. എടീ, സ്വത്തുക്കൾ എനിക്ക് തന്നെ കിട്ടും. ആരെ കൊന്നിട്ടായാലും ഞാനത് നേടിയെടുത്തിരിക്കും. അതെന്റെ കയ്യിലേക്ക് കിട്ടിക്കോട്ടെ. അപ്പൊ കാണാം നിന്റെയും നിന്റെ ചേട്ടന്റെയും ഗതി. എന്തായാലും സ്വത്ത് കിട്ടുന്നത് വരെ നിന്റെ ഒരു പിന്തുണ എനിക്ക് ആവശ്യമാണ്.